ചെറായിൽ വന്ന് ഞങ്ങൾ താമസിച്ചത് ഇവിടുത്തെ ലേക്ക് ഫ്രണ്ട് ബീച്ച് റിസോർട്ടിലാണ്. ഈ റിസോർട്ട് ചെറായി ലേക്കിന് തൊട്ടടുത്താണ്. ഈ ലേക്ക് ഫ്രണ്ട് ബീച്ച് റിസോർട്ടിലെ റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. AC റൂമുകളാണെല്ലാം. ടോയ്ലറ്റും നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നു. ഈ റിസോർട്ടിന് തൊട്ട് മുമ്പിലായി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിൽ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഈ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം. വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഈ സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്ലേ ഗ്രൗണ്ട് ഏറിയാണ്. അവിടെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി. ലഞ്ചിന് സമയം ഇനിയും ഉള്ളതുകൊണ്ട് കുറച്ചേറെ സമയം ഞങ്ങളെല്ലാവരും ആ പ്ലേ ഗ്രൗണ്ട് ഏരിയയിൽ ഞങ്ങളുടെ സമയം ചെലവഴിച്ചു. അതിനുശേഷം ഉച്ചയോടെ ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നും പ്ലേ ഗ്രൗണ്ട് ഏരിയയിൽ നിന്നും മാറി ലഞ്ചിനായിട്ട് പോയി. ഈ ചെറായി ബീച്ചിനും ചെറായി ലേക്കിനു ചുറ്റും പല റിസോർട്ടുകളുണ്ട്. റിസോർട്ടുകൾ മാത്രമല്ല, പല റെസ്റ്റോറൻറ്റുകളും ഇവിടെ കാണാം. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് തിരഞ്ഞെടുത്തത് ശിവേട്ടൻ്റെ കടയാണ്. ഇവിടെ ലഞ്ചിന് സ്പെഷ്യൽ സീ ഫുഡാണ്. ഞങ്ങളും സീ ഫുഡ് തന്നെ ഓർഡർ ചെയ്തു. ലഞ്ച് കഴിച്ച് ഞങ്ങൾ പള്ളിപ്പുറം ഫോർട്ടും ചേന്നമംഗലം ഗ്രാമവും കാണാൻ പോയി. പള്ളിപ്പുറം ഫോർട്ട് കാണാനാണ് ഞങ്ങൾ എത്തിയത്. ചെറായിയുടെ കടൽ തീരത്ത് നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരെയാണ് ഈ പള്ളിപ്പുറം ഫോർട്ട്. ഇത് കേരളത്തിലെ ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ടകളിലൊന്നാണ്. 1503 പോർച്ചുഗീസുകാർ അവരുടെ വ്യാപാര നേട്ടത്തിനായിട്ടാണ് ഈ പള്ളിപ്പുറം ഫോർട്ട് പണിതത്. കടൽപ്പാതകളെ സംരക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇങ്ങനെയുള്ള കോട്ടകൾ അവർക്ക് ഉപകാരമായി. ഇങ്ങനെ സമുദ്രത്തിലൂടെയുള്ള വിപണന വഴികളെ നിയന്ത്രിക്കാൻ പോർച്ചുഗീസുകാർക്ക് ഈ കോട്ടകൾ നല്ലൊരു പങ്ക് വഹിച്ചു കാണും. ഈ പള്ളിപ്പുറം കോട്ടയുടെ മതിലുകൾ കല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. പഴമയുടെ പാടുകൾ മതിലിന്മേൽ നിറയെ കാണാമായിരുന്നു. കോട്ടയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പ്രകാശം കടന്നു വരാനുള്ള ചെറിയ ചെറിയ ജാലകങ്ങൾ ഈ ഫോർട്ടിൻ്റെ മതിലുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജാലകങ്ങൾ ഒരുപക്ഷെ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിച്ചതാകാം. എന്തായാലും ഈ ജാലകങ്ങൾ അന്നത്തെ പുരാതനമായ വാസ്തുവിദ്യയുടെ ഭാഗം തന്നെയാണ്. ഈ പള്ളിപ്പുറം ഫോർട്ട് ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. ഈ ഫോർട്ട് നമ്മളെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര സംഭവങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഞങ്ങളിപ്പോൾ ചേന്നമംഗലത്തെ കൈത്തറി നെയ്ത്തുശാല കാണാൻ പോവുകയാണ്. ഈ ചേന്നമംഗലം കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം പള്ളിപ്പുറം ഫോർട്ടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ പോയാൽ ചേന്നമംഗലം ഗ്രാമത്തെത്താം. ഈ ഗ്രാമം കാലങ്ങളായി കൈത്തറി ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചേന്നമംഗലത്തെ കൈത്തറി നെയ്ത്തുശാലയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കണ്ടത് തൊഴിലാളികളുടെ സമർപ്പണബോധത്തോടെയുള്ള കഠിനാധ്വാനമാണ്. ഈ നെയ്ത്തുശാലയിൽ ഇന്നും
കയ്യാൽ തയ്ച്ച തുണികളും യന്ത്രങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന പഴയ മെഷീനുകളുമുണ്ട്. ഈ തൊഴിലാളികളുടെ ജോലിയിലുള്ള സമർപ്പണഭാവം അതീവ ശ്രദ്ധ പിടിച്ചുപറ്റും. ഇവർ പാകുന്ന ഓരോ നൂലിലും ഞാൻ കണ്ടത് ഒരു പാരമ്പര്യത്തിൻ്റെ സ്പന്ദനമാണ്. ഈ ഓരോ നൂലിഴയുടെ പിന്നിലും ഒരുപാട് ജീവിതങ്ങളും കഥകളും കാണും. തീർച്ചയായും ഈ നെയ്ത്തുശാലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളും ഈ ചേന്നമംഗലം ഗ്രാമത്തുണ്ട്. ഞങ്ങൾ നെയ്ത്തുശാലയുടെ മുകൾ തട്ടിലുള്ള ശാലയിൽ ചെന്നപ്പോൾ അവർ ഓണത്തിനുള്ള പുറപ്പാടാണെന്ന് പറഞ്ഞു. അവിടെയും കുറേയേറെ ജോലിക്കാരുണ്ടായിരുന്നു. ചേന്നമംഗലം മുണ്ട്, നേരിയത്, ചേന്നമംഗലം സാരി എന്നിവ പേര് കേട്ടതാണ്. ഇവിടെ നെയ്തെടുക്കുന്ന ഓരോ വസ്ത്രത്തിലും അടിഞ്ഞിരിക്കുന്നത് ഓരോ തൊഴിലാളിയുടെ സ്വരമാണ്. ഒരു പാരമ്പര്യത്തിൻ്റെ പുളകമാണ്. ഇവിടെ നൂൽ നൂൽക്കുന്ന അപ്പച്ചന്മാരുടെ വിരലുകൾ പഴമയുടെ കഥകൾ ചുരുളുകളിൽ കോർത്തു വെക്കുന്നുണ്ട്. ഇവർ നെയ്തെടുക്കുന്നത് വെറും തുണിയല്ല, ഈ ചേന്നമംഗലം ഗ്രാമത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്. ഈ നെയ്ത്തുശാലയിലെ നൂലുകൾക്ക് പോലും ജീവനുണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഈ ചേന്നമംഗലത്തെ നൂലുപോലുള്ള നിമിഷങ്ങൾ എൻ്റെ ക്യാമറയിൽ സ്വർണ്ണ നൂലുകളുടെ വർണ്ണ പകിട്ട് ചാർത്തിയോ അറിയില്ല. ഈ ചേന്നമംഗലം ഗ്രാമത്തിലെ കൈത്തറിയുടെ കരസ്പർശനങ്ങളും പട്ടുനൂലിൽ പാടിയ കഥകളും പള്ളിപ്പുറം ഫോർട്ടിൻ്റെ ചരിത്ര പാരമ്പര്യങ്ങളും ചെറായുടെ തിരമാലകളിൽ തഴുകിയ ഓർമ്മകളുമായി ഞങ്ങളുടെ ഈ കുഞ്ഞൻ യാത്ര എന്നും ഒരു ഓർമ്മയായും ഓർമ്മപ്പെടുത്തലായി മാറുമെന്ന് ഉറപ്പാണ്. എൻ്റെ ഈ സഞ്ചാരയാത്രയിൽ എന്നോടൊപ്പം നടന്ന നിങ്ങൾക്കേവർക്കും ബീനാസ് ഫൺ വേൾഡിൻ്റെ ഹൃദയംഗമായ നന്ദി. ഈ ചെറായി കടലും കായലും പള്ളിപ്പുറം കോട്ടയുടെ ചരിത്ര പാരമ്പര്യവും നൂൽക്കമ്പികളിൽ നാടൻ സംഗീതമുണർത്തുന്ന ചേന്നമംഗലം ഗ്രാമവും ഇനി നിങ്ങളെയും കാത്തിരിക്കുന്നു. എൻ്റെ അടുത്ത പുതിയൊരു യാത്രയിൽ പുതിയ ദൃശ്യങ്ങളുമായി പുതുമകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും എത്താം. ബീനാസ് ഫൺ വേൾഡ് നിങ്ങൾ കാണണം, കേൾക്കണം. എൻ്റെ സന്തോഷം അതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നല്ല നല്ല കമൻസുകളിട്ട് എന്നെ എൻകറേജ് ചെയ്യാനും മറക്കരുത്. ഹൃദയപൂർവ്വം നന്ദി. ബീന.